എന്ന് പറയും. എവിടെ? മസ്ജിദുൽ ഖുബ എന്ന് പറഞ്ഞാൽ മദീനത്തെ ആദ്യത്തെ പള്ളിയാണേത്? മസ്ജിദുൽ ഖുബ. മദീനത്തെ ആദ്യത്തെ പള്ളിയാണേത്? മസ്ജിദുൽ ഖുബ. മസ്ജിദുൽ ഖുബായിനെ പറ്റി അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മുത്ത് ഹബീബിന്റെ ഒട്ടകം ഏതാണ്? ഒട്ടകം കസ്വ. ആ കസ്വ എന്ന് പറയുന്ന ഒട്ടകം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. അത് ആദ്യമായി മുട്ടുകുത്തിയത് എവിടെയാണ്? ഈ മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അന്ന് ഈ ഒരു സ്ഥലം പിന്നെ ബനു ഇബ്നു നൗഫ് എന്ന് പറയും. ബനു ഇബ്നു നൗഫ് എന്ന് പറയുന്ന ഗോത്രത്തിലുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്ന ഒരു ഭാഗം, ഒരു ഏരിയ ആയിരുന്നു ഈ നിൽക്കുന്ന പള്ളി നിൽക്കുന്ന ഒരു ഭാഗം കേട്ടോ. ബനു ഇബ്നു നൗഫ് എഴുതി വെച്ചോളി, നോട്ട് ചെയ്തോളി. ആരെ പേര്? ബനു ഇബ്നു നൗഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരൊക്കെ കുടുംബം, ഓലൊക്കെ ഗോത്രം താമസിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഈത്തപ്പഴവും കാരക്കൊക്കെ ഉണക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അള്ളാഹിൻ്റെ ഹബീബിനോട് പറഞ്ഞു, നബി എവിടെ നിസ്കരിക്കാനൊന്നുമില്ല, പള്ളിയില്ല, പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബായ തങ്ങൾ അവരുടെ തൃക്കരങ്ങളെ കൊണ്ട്, അവരുടെ സ്വന്തം കൈകളെ കൊണ്ട് തറക്കല്ലിട്ട പള്ളിയാണേത്? മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന പള്ളി. അപ്പോൾ മുത്തുനബി തങ്ങൾ തറക്കല്ലിട്ട പള്ളിയാണ്. ശേഷം ആരുടെ തറക്കല്ലിട്ടു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീടോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്ത് ചെയ്തു? മുത്ത് ഹബീബ് പിന്നെ സ്വന്തം കൈ കൊണ്ട് തറക്കല്ലിട്ട പള്ളിയാണ് ഏത് പള്ളി? മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന പള്ളി. ഒന്ന്. രണ്ടാമത് പറയുന്നു, മുത്ത് ഹബീബായ തങ്ങൾ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഇവിടെ വരാറുണ്ട്. നടന്നുകൊണ്ടും വരും, വാഹനപ്പുറത്തും വരും. വാഹനപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഒട്ടകപ്പുറത്തായിരുന്നു കേട്ടോ. ഒട്ടകപ്പുറത്തും വരും. എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരും. മാത്രമല്ല ഇവിടെ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും കേട്ടോ. മാത്രമല്ല പിന്നെ സ്വഹിയായ ഈ ഇബ്നു മാജ എന്ന് പറയുന്ന ഹദീസിലുണ്ട്, മൻ തതഖറ ഫീ ബൈതിഹി, മൻ തതഖറ ഫീ ബൈതിഹി സുമ്മ അതാ മസ്ജിദുൽ ഖുബാ ഫസല്ലാ ഫീഹി സ്വലാത്തൻ കാന ലഹു കഅജ്രി ഉംറത്തിൻ. ആരെങ്കിലും മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന പള്ളിയിൽ വരികയും വുളൂഓടുകൂടെ ശുദ്ധിയായിട്ട്, നമ്മുടെ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നിന്നോ റൂമിൽ നിന്നോ വൃത്തിയായി ശുദ്ധിയായി വുളൂഓട് കൂടെ ഇവിടെ വരികയും മസ്ജിദുൽ ഖുബായിൽ വരികയും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാലുള്ള പ്രതിഫലം കഅജ്രി ഉംറത്തിൻ, ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു ആ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പം മുത്തുനബി തങ്ങൾ തറക്കല്ലിട്ട പള്ളിയാണ്. പിന്നെയോ അല്ലേ, മുത്തുനബി തറക്കല്ലിട്ട പള്ളിയാണ്. പിന്നെ പറഞ്ഞു ഈ പള്ളിയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, ഈ പള്ളി തഖ്വയുടെ മേലിൽ നിർമ്മിച്ച പള്ളിയാണ്. ഏത് പള്ളി? മസ്ജിദുൽ ഖുബ എന്ന് പറയും. ഈ പള്ളിയാണെന്നും പറയുന്നുണ്ട്, മസ്ജിദുൻ നബവിയാണെന്നും അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ഈ പള്ളി തന്നെയാണ്. മാത്രമല്ല ആ നിൽക്കുന്ന ഭാഗത്തൊരു കിണറുണ്ട്, നമുക്ക് കാണട്ടോ. അവിടെ ഒരു കിണറുണ്ട്. അവിടെ ഇപ്പോൾ ആളുകൾ കൂടിയിട്ടുണ്ട്, തുർക്കിക്കാർ. ഒരു പിന്നെ പോകൂല. അപ്പം ആ കിണർ മസ്ജിദുൽ അരീഷി എന്ന് പറയും. എന്താണ് മസ്ജിദുൽ അരീഷി എന്ന് പറഞ്ഞാൽ ഒരു ജൂതൻ്റെ കിണറായിരുന്നത്. ഒരു ജൂതൻ്റെ അവരുടെ കിണറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ കിണറിൻ്റെ അവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും മാത്രമല്ല ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഇടയ്ക്കിടയ്ക്ക് ആ കിണറിൻ്റെ അവിടെ അങ്ങനെ കാലും തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. എങ്ങനെ കാല് തൂക്കിയിട്ടെന്നാണ് മനസ്സിലായേക്കാം? എങ്ങനെ ആ കിണറ്റിലേക്ക് കാല് തൂക്കിയിട്ട് ഇങ്ങനെ അല്ലേ, ആ തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഖാതമുൻ നുബുവത്തിൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു. അരീഷ കിണറ് ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കാലശേഷന്മാർക്ക് കൈമാറി മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കൈമാറി അല്ലേ. അവർക്ക് ശേഷം ആർക്ക് കൈമാറി? മഹാനായ അല്ലേ, അവർക്ക് ശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൈമാറി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു എൻ്റെ കയ്യിൽ നിന്ന് മോതിരം അവരെങ്ങനെ കളിച്ച് നിൽക്കില്ല, ഇങ്ങനെ എൻ്റെ കാലിൽ തൂക്കിയിട്ട്. ആ സമയത്ത് ആ മോതിരം എന്ത് ചെയ്തു? ഈ റിങ് എവിടെ വീണു? ആ കിണറിലേക്ക് എന്ത് ചെയ്യും? വീണു. വീണ സമയത്ത് ഖാതമുൻ നുബുവയാണ്, മുത്തുനബി തങ്ങൾ കൊടുത്ത മോതിരാണല്ലോ, അത്രക്കും കാര്യപ്പെട്ട മോതിരാണ്. അത് ആ കിണറ്റിലേക്ക് വീണ സമയത്ത് ഒരുപാട് തെരഞ്ഞു. കിണറ്റിലെ വെള്ളമൊക്കെ എന്ത് ചെയ്തു? വറ്റിച്ചു. 3 ദിവസത്തോളം ആ കിണർ പരിശോധിച്ചു. പക്ഷേ ആ മോതിരം കിട്ടിയോ? മോതിരം കിട്ടിയിട്ടില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ കിണറിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട ഉമിനീരെന്താക്കിയിട്ടുണ്ട്? അതിൽ തുപ്പിയിട്ടുണ്ട്. ആര്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ, 1000-ഓളം വരുന്ന ആളുകളൊക്കെ ഇവിടെ വരികയും ആ കിണറ്റത്തെ വെള്ളം കുടിക്കുകയും മൂല അസുഖങ്ങളൊക്കെ മാറിയ ചരിത്രങ്ങളുമുണ്ട്. മസ്ജിദുൽ അരീഷ് എന്നും ആ കിണറിൻ്റെ പേര് പറയൂ. പിന്നെയോ ബിറുൽ അരീഷ് എന്ന്, മസ്ജിദുൽ അരീഷ് അല്ല. മസ്ജിദുൽ അരീഷ് എവിടെയാണ്? എന്താ മുണ്ട? മസ്ജിദുൽ അരീഷ് എവിടെയാണ്? ഇന്നലെ കുടിച്ച വെള്ളമോ?
ഇന്നലെ പോയത് ബീറുഷിഫല്ലേ നമ്മൾ കുടിച്ചത്? മസ്ജിദുൽ അരീഷ എവിടെയാണ് കോയക്ക ഹംസാജി? മസ്ജിദുൽ അരീഷ ഇന്നലെ നമ്മൾ പറഞ്ഞു. ആര് പിന്നെ മുത്തുനബി തങ്ങൾക്ക് ബദ്ർ യുദ്ധം നടക്കുന്ന തലേ ദിവസം ആര് നിർമ്മിച്ചു കൊടുത്തതാണ്? ആരാണ് അത്? കിസ് പ്രോഗ്രാമിൽ ചോദിക്കൂ, ഞാൻ എന്തായാലും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. മസ്ജിദുൽ അരീഷ ആര് നിർമ്മിച്ചു കൊടുത്തതാണ്? ഒരു സ്വഹാബി മദീനയിൽപ്പെട്ട ഒരാളാർക്ക് നിർമ്മിച്ചു കൊടുത്തതാണ്, അള്ളാഹിൻ്റെ ഹബീബിന് നിർമ്മിച്ചു കൊടുത്തതാണ്. അപ്പം ഈ കിണറിൻ്റെ പേര് ബിഅറുൽ അരീഷി എന്നും ബിഅറുൽ ഖാത്തമി എന്നും. ബിഅറുൽ ഖാത്തം എന്ന് പറഞ്ഞ മോതിരമാണ്. ബിഅറുൽ ഖാത്തം എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ മോതിരം മേലേക്ക് വീണിട്ടുണ്ട്, ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ നിന്ന് ആ മോതിരം വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിഅറുൽ ഖാത്തമ എന്നും പേര് വരാനുള്ള കാരണം. മാത്രമല്ല ഉമ്മ കുൽസും എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അള്ളാഹിൻ്റെ ഹബീബ് ഇവിടെ വന്ന സമയത്ത് 4 ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ട്. എത്ര ദിവസം? തിങ്കൾ, ചൊവ്വ, ബുധന്, വ്യാഴം. ഈ 4 ദിവസം അള്ളാഹിൻ്റെ ഹബീബ് എന്തായിട്ടുണ്ട്? ഇവിടെ താമസിച്ചിട്ടുണ്ട്. അവർ താമസിച്ചിരുന്ന വീട് ഈ ഭാഗത്താണ് കേട്ടോ, ആ പണ്ടത്തെ വീട്. അപ്പം ഇതാണ് ഈ ഒരു പള്ളിയുടെ ചരിത്രം. ഇന്ന് നമ്മൾ നിസ്കരിച്ചാലുള്ള കൂലി എന്താണ്? ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു